നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ടീമിനെ കുറിച്ചാണ്, പ്രത്യേകിച്ച് ക്യാബിനറ്റ് ടീമിനെ കുറിച്ചാണ് ലോകമെമ്പാടും ചർച്ചകൾ. നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് പോയി വരാം. അമേരിക്കയിലൊരു സംവിധാനമുണ്ട്, സ്പോയിൽസ് സിസ്റ്റം. ആരാണോ അമേരിക്കൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ പ്രൊറോഗറ്റീവാണ്, അവകാശമാണ്, അധികാരമാണ് തൻ്റെ പങ്കാളികളെ, ക്യാബിനറ്റ് പങ്കാളികളെ നിശ്ചയിക്കാൻ. തിരഞ്ഞെടുക്കാനെന്ന് ഞാൻ പറയുന്നില്ല, ആരും തിരഞ്ഞെടുക്കുന്നതല്ല, അദ്ദേഹം നിശ്ചയിക്കുന്നതാണ്. ദ വിന്നർ ടേക്സ് ഇറ്റ് ഓൾ. പ്രസിഡൻ്റാണ് നിശ്ചയിക്കേണ്ടത്. കൃത്യമായ അർത്ഥത്തിൽ ക്യാബിനറ്റ് എന്നും അതിനെ പറയാനാവില്ല. സെക്രട്ടറീസ് എന്നാണ് പറയുക. നമുക്കറിയാമല്ലോ, വിദേശകാര്യ സെക്രട്ടറി, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നവർ പറയുന്ന വിദേശകാര്യ സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി, ഡിഫൻസ് സെക്രട്ടറി, കാര്യമായ തസ്തികകളാണ്. ഒരു ടീമിൻ്റെ നായകൻ ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ പോലും ആ ടീമിൻ്റെ കാര്യക്ഷമത പലപ്പോഴും ആ ടീം അംഗങ്ങളുടെ ഒരു കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് മീൻസ് ബിസിനസ്. സോ ഹി വാണ്ടഡ് ടു പ്രസൻറ്റ് എ വെരി ഗുഡ് ടീം, എ സ്ട്രോങ് ടീം. അദ്ദേഹം പറയുന്ന ആദർശം, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, അതിന് പറ്റുന്ന കാര്യമായ പൊളിച്ചെടുത്ത് ബൈഡൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്നും കാര്യമായ വ്യതിയാനങ്ങൾ, ചില നയങ്ങളുടെ രൂപത്തിൽ പോലും കാര്യമായ നയ വ്യതിയാനങ്ങൾ വേണ്ടിവരും. അതിന് കടുത്ത നടപടികൾ വേണ്ടി വരുമെങ്കിൽ അതിന് കാര്യക്ഷമതയുള്ള ഒരു ടീം ആവശ്യമാണ്. ആ ടീമിൽ അംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ട്രംപ് ഓരോരോ അംഗങ്ങളുടെ പേരുകൾ പ്രഖ്യാപിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തിക വിദേശകാര്യ സെക്രട്ടറിയുടെ തസ്തികയാണ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ആ സ്ഥാനത്തേക്ക് ട്രംപ് കണ്ടുവച്ചിരിക്കുന്നത് മാർക്ക് റൂബിയോ എന്ന സെനറ്ററെയാണ്. അദ്ദേഹം വലിയ വിഖ്യാതനായ ആളാണ്. അദ്ദേഹം ഫ്ലോറിഡയിൽ നിന്നുള്ള സെനറ്റർ കൂടിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കാര്യക്ഷമതയെക്കുറിച്ച് യാതൊരു ആക്ഷേപവുമില്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം. ട്രംപ് ഫ്ലോറിഡ നിവാസി കൂടിയാണ്. അദ്ദേഹം ഫ്ലോറിഡയിൽ വന്നാണല്ലോ വോട്ട് രേഖപ്പെടുത്തിയത് പോലും. അപ്പം അതുകൊണ്ട് ഏറെക്കാലമായി അടുത്തറിയാവുന്ന മാർക്ക് റൂബിയോയെ ഏൽപ്പിച്ചിരിക്കുന്നത് വളരെ വലിയൊരു ദൗത്യമാണ്. ഏറെ പ്രാവശ്യം ടെല്ലവീവിലേക്കും ഒരുപക്ഷെ മോസ്കോയിലേക്കും കിയേവിലേക്കും എല്ലാം യാത്ര ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ അജണ്ടയിൽ, ട്രംപിൻ്റെ വിദേശനയ അജണ്ടയിൽ ആദ്യത്തെ ഇനം റഷ്യ ഉക്രൈൻ യുദ്ധം. താൻ അധികാരമേറ്റെടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ അത് റെഡിയാക്കും എന്നാണ്. യുദ്ധം വെടിനിർത്തൽ കൊണ്ടുവരും. ആ സമാധാന ഫോർമുല, ഒരു 4 ഇന സമാധാന ഫോർമുല ട്രംപിൻ്റെ മുന്നിലുണ്ട്. അതായത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യ വെടിനിർത്തും, ഉടനെ വെടിനിർത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരു ഡീമിലിറ്ററൈസ്ഡ് സോണാണ് അവിടെ ഉണ്ടാവുക. പക്ഷേ ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്ന് പറയുന്നത് ഇപ്പോൾ റഷ്യ കൈവശം വെച്ചിരിക്കുന്ന ഉക്രൈൻ്റെ കിഴക്കൻ പ്രദേശം ലുഹാൻസിലും ഡൊണസ്കിലുമായി റഷ്യൻ സൈന്യം കയ്യേറ്റം നടത്തി ആ ഭൂമി കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ അതിനിപ്പുറത്തേക്ക് കടക്കാതെ ഇപ്പോഴുള്ള തൽസ്ഥിതിയിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാവുകയും റഷ്യൻ സൈന്യം അവിടെ തുടരുകയും തൽക്കാലത്തേക്ക് തുടരുകയും അതിർത്തി അല്ല എങ്കിൽ പോലും ഡീമിലിറ്ററൈസ്ഡ് സോൺ 1200 കിലോമീറ്റർ നീളുന്ന ഒരു ഡീമിലിറ്ററൈസ്ഡ് സോൺ, അത് ട്രംപിൻ്റെ വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ്. മാർക്ക് റൂബിയോ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വിധിക്കപ്പെടുന്ന ആളുമാണ്, അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ. അത് മാത്രമല്ല, ഉക്രൈൻ ഒരു കാരണവശാലും അടുത്ത 12 വർഷത്തേക്കെങ്കിലും നെയ്റ്റോയിൽ ചേരില്ല, യൂറോപ്യൻ യൂണിയനിലും അംഗത്വം എടുക്കില്ല എന്ന ഉറപ്പ് സെലൻസ്കിയുടെ ഭാഗത്തുനിന്ന് വാങ്ങാനും കഴിയണം. എന്നാൽ ഉക്രൈൻ്റെ സുരക്ഷ യൂറോപ്യൻ സൈനികരായിരിക്കും. ഡീമിലിറ്ററൈസ്ഡ് സോണിൽ യൂറോപ്യൻ സൈനികരായിരിക്കും, ഉക്രൈൻ സൈനികരായിരിക്കില്ല. യൂറോപ്യൻ യൂണിയൻ്റെ, പ്രത്യേകിച്ച് നെയ്റ്റോയുടെ സൈനികർ അവിടെ പെട്രോളിംഗ് നടത്താനുള്ള അനുവാദവും ഉണ്ടാകും. അപ്പോൾ റഷ്യയ്ക്കും ഉക്രൈനും ഒരുപോലെ ആകേണ്ട ഒരു പദ്ധതിയാണ്. അത് ഉക്രൈൻ സ്വീകാര്യമാകുമോ എന്നതിൽ മാത്രമേ സംശയമുള്ളൂ. റഷ്യക്ക് തീർച്ചയായും തങ്ങൾ കൈവശപ്പെടുത്തിയ, നേരത്തെ 2014 കൈവശപ്പെടുത്തിയ പ്രദേശം ക്രൈമിയ, അത് കൈവശം വെക്കാനുള്ള അവകാശം കിട്ടുകയാണ്. അതില്ലെങ്കിൽ തന്നെ ഈ യുദ്ധത്തിൻ്റെ ഭാഗമല്ലല്ലോ ക്രൈമിയ. എന്നാൽ പുതിയതായി കീഴ്പ്പെടുത്തിയ പ്രദേശങ്ങൾ കൈവശം വെക്കാൻ അവകാശം കിട്ടിയാൽ, അതിൻ്റെ ഒരു നല്ല ഭാഗവും കൈവശം വെക്കാൻ, മുഴുവൻ അല്ലെങ്കിൽ പോലും കൈവശം വെച്ചാൽ, അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു വലിയ കാൽവയ്പായിരിക്കും, ചുവടുവയ്പായിരിക്കും. അതിന് ട്രംപിൻ്റെ വലങ്കൈയായി പ്രവർത്തിക്കേണ്ട ആളാണ്. ഏറെ യാത്രകൾ ചെയ്യേണ്ട, ഏറെ ലോക തലസ്ഥാനങ്ങളിൽ സഞ്ചരിക്കേണ്ട വിഖ്യാതനായ ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്ക് റൂബിയോ. മുൻകാലങ്ങളിൽ നമുക്കറിയാം, ഹെൻറി കിസിഞ്ചറെ പോലെയുള്ള ആളുകൾ ചൈനയുമായുള്ള അമേരിക്കയുടെ ബന്ധം സ്ഥിരീകരിക്കാൻ, ക്രമപ്പെടുത്താൻ 1960കളുടെ മധ്യത്തിലും 70കളിലും ഒക്കെ വലിയ തോതിൽ ബെയ്ജിങ്, വാഷിങ്ടൺ,
ആ ഒരു യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണല്ലോ ഷട്ടിൽ ഡിപ്ലോമസി എന്ന് പറയുക. അത് പിങ് പോങ് ഡിപ്ലോമസിയും ഷട്ടിൽ ഡിപ്ലോമസിയും ഒക്കെ വലിയ ഒരു പ്രശസ്തമായ ഡിപ്ലോമാറ്റിക് മെനുവേഴ്സാണ്. ഇതിനെല്ലാം നെടുനായകത്വം വഹിച്ച വിഖ്യാതരായ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റുമാരുടെ നിരയിലേക്ക് മാർക്ക് റൂബിയോ കടന്നു വരുന്നു. അതാണ് ഒന്നാമത്തെ ചേഞ്ച്. ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന നിയമനം യഥാർത്ഥത്തിൽ വിദേശകാര്യ സെക്രട്ടറിയുടെ പോലുമല്ല, മറിച്ച് ഒരു കാര്യക്ഷമത വകുപ്പ്, DOG, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്ന ഒരു പുതിയ വകുപ്പ്. ആ വകുപ്പെന്ന് പറയുന്നത് ഉടച്ചു വാർക്കാനാണ്. അമേരിക്കയുടെ സംവിധാനങ്ങളെ ഉടച്ചു വാർക്കാൻ, ഗവൺമെൻറ് എഫിഷ്യൻസി കൊണ്ടുവരാനായി, സംവിധാനത്തെ ആകെ ഉടച്ചു വാർക്കാനായി, ഗവൺമെൻറ് ബാധിച്ചിരിക്കുന്ന ദുർമേധസ്സിനെ, ഏറെ ബ്യൂറോക്രാറ്റുകളുണ്ട്. അപ്പോൾ ബ്യൂറോക്രാറ്റിക് രാജിന് അവസാനം വരുത്തുകയും ആവശ്യത്തിന് ഉദ്യോഗസ്ഥന്മാരെ മാത്രം നിലനിർത്തി മറ്റുള്ളവരെ കരാർ അടിസ്ഥാനത്തിൽ അമേരിക്കൻ ഗവൺമെൻറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി, അതിന് ഗവൺമെൻറ്റിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ രണ്ടുപേരെയാണ്. അതിലൊരാൾ വിഖ്യാതനായ ആളാണ്, ലോകത്തെ ശത കോടീശ്വരൻ, ഏറ്റവും വലിയ പണക്കാരൻ, വ്യവസായി ഇലോൺ മസ്ക്. ഇലോൺ മസ്കിനെ ട്രംപ് വിജയഭേരി മുഴക്കുന്ന അവസരത്തിൽ വിജയിച്ചതിന് ശേഷം ആയിരക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് ആദ്യം പറഞ്ഞ പേരാണ് ഇലോൺ മസ്ക്. എ ന്യൂ സ്റ്റാർ ഇസ് ബോൺ. അപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലും അമേരിക്കൻ ഭരണത്തിലും ഒരു പുതിയ താരോദയം വരുന്നു. സ്പേസ് എക്സിൻ്റെ CEO, അല്ലെങ്കിൽ ട്വിറ്റർ പ്ലാറ്റ്ഫോമായ എക്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതുപോലെ ടെസ്ലയുടെ വൈദ്യുതി കാർ, ലോകത്തെ വിഖ്യാതമായ കമ്പനികളിലൊന്നാണല്ലോ ടെസ്ലയുടെ ചെയർമാൻ ഇലോൺ മസ്ക് ആയിരിക്കും അതിൻ്റെ ഒരു ചുമതലക്കാരൻ. മറ്റൊരു ചുമതലക്കാരൻ കേരളത്തിൽ വേരുകളുള്ള, കുടുംബ വേരുകളുള്ള ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമി. അദ്ദേഹവും ഒരു വ്യവസായിയാണ്, അദ്ദേഹം ടെക്നോക്രാറ്റാണ്, അദ്ദേഹം പ്രഭാഷകനാണ്, അദ്ദേഹത്തിന് കാര്യമായ ട്രംപിനെതിരെ മത്സരിച്ച ആളുമാണ്. റിപ്പബ്ലിക്കൻ പ്രൈമറിയിൽ ആദ്യഘട്ടത്തിൽ ട്രംപിനെതിരെ മത്സരിച്ച് പിന്നീട് പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് പിന്മാറി ട്രംപിന് പൂർണ്ണ പിന്തുണ കൊടുത്ത അദ്ദേഹമാണ് വിവേക് രാമസ്വാമിയും ഇലോൺ മസ്കും അടങ്ങുന്ന ടീമായിരിക്കും ഈ ഒരു കാര്യക്ഷമത കമ്മീഷൻ. കമ്മീഷൻ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതൊരു നൂതനമായ ആശയമാണ്. ഗവൺമെൻറ്റിൽ നിന്നും ഒരു പൈസ പോലും ശമ്പളം പറ്റുന്ന ഉദ്യോഗമായിരിക്കില്ല. അതൊരു അനൗപചാരികമായ ഒരു സംവിധാനമാണ്. പക്ഷേ അവിടെ കാര്യമായ പൊളിച്ചെടുത്ത് നടത്താൻ ഇവർക്ക് മുൻപിൻ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഒരുതരം കോർപ്പറേറ്റ് വൽക്കരണം എന്ന് ചിലരൊക്കെ ആക്ഷേപിക്കുന്നു. ചിലരൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. അനാവശ്യമായി പണം ചെലവാക്കാൻ അമേരിക്കയ്ക്കില്ല. അതായത് ഗവൺമെൻറ് സ്പെൻഡിങ് ഒരുപാട് കൂടുന്നു എന്ന ആക്ഷേപത്തിന് തടയിടാൻ ഇവരുടെ സാന്നിധ്യം സഹായിക്കും എന്നാണ് കരുതുന്നത്. ഇനിയുള്ള പ്രധാനപ്പെട്ട തസ്തികകളെന്ന് പറയുന്നത് CIA, സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയുടെ തലപ്പത്തേക്ക് ഒരാളെ വേണം. അതിൽ കണ്ടുവച്ചിരിക്കുന്നത് ജോൺ റാറ്റ്ക്ലിഫ് എന്ന വ്യക്തിയാണ്. ജോൺ റാറ്റ്ക്ലിഫ് നമ്മൾ അധികം കേട്ടിട്ടുള്ള പേരല്ല. ജോൺ റാറ്റ്ക്ലിഫ് നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വിഖ്യാതമായ രഹസ്യ അന്വേഷണ സംവിധാനമുള്ളത് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമൊക്കെയാണ്. ഇസ്രയേലിൻ്റെ മൊസാദ്, അമേരിക്കയുടെ CIA, ഇന്ത്യക്കുമുണ്ട് അത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്ന ആളുകൾ ഏറ്റവും വിശ്വസ്തരായിരിക്കണം. കാരണം ചാരക്കണ്ണുകളിലൂടെ തങ്ങളുടെ നയതന്ത്രത്തിന് നാന്ദി ഒരുക്കാൻ, ലോകത്തെ കാണാൻ അമേരിക്കയെ എക്വിപ്പ് ചെയ്യുന്ന ആളായിരിക്കും ട്രംപിൻ്റെ വിശ്വസ്തനായ ജോൺ റാറ്റ്ക്ലിഫ്. മറ്റൊരു തസ്തികയാണ് വൈറ്റ് ഹൗസ്. വൈറ്റ് ഹൗസിൽ രണ്ട് തസ്തികകളുണ്ട്. ഒന്ന് വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ്. വൈറ്റ് ഹൗസ് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ വസതി, ഔദ്യോഗിക വസതിയാണല്ലോ വൈറ്റ് ഹൗസ്. ലോകത്തെ ഏറ്റവും ശക്തമായ ഭരണസ്ഥിരാകേന്ദ്രം. ആ ഭരണസ്ഥിരാകേന്ദ്രമായ വൈറ്റ് ഹൗസിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായി ട്രംപ് കൊണ്ടുവന്നിരിക്കുന്ന വളരെ വിശ്വസ്തയായ ഒരാളെയാണ്. ട്രംപിൻ്റെ ക്യാമ്പയിൻ 2016 ട്രംപിൻ്റെ വിജയത്തിനും 2020 ട്രംപിൻ്റെ ചെറിയ പരാജയത്തിലും ഇപ്പോൾ 2024 ട്രംപിൻ്റെ ഗംഭീര വിജയത്തിനും ഇലക്ട്രൽ വോട്ടും പോപ്പുലർ വോട്ടും ഒരുപോലെ നേടി വിജയിച്ച ട്രംപിൻ്റെ വിജയത്തിൻ്റെ പിന്നിലെ നേരവകാശികളിൽ പ്രധാനപ്പെട്ടയാളാണ് സൂസി വൈൽസ്. സൂസി വൈൽസ് ആണ് ഇനി വരാൻ പോകുന്ന വൈറ്റ് ഹൗസിൻ്റെ ചുമതലക്കാരി. കാരണം ട്രംപിൻ്റെ എല്ലാ വൈറ്റ് ഹൗസിലെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഈ സൂസി വൈൽസിൻ്റെ കണ്ണുകളിൽ കൂടി, കാതുകളിൽ കൂടി, മനസ്സിൽ കൂടി കയറി ഇറങ്ങി പോകേണ്ട കാര്യമാണ്. അടുത്ത തസ്തികയാണ് വൈറ്റ് ഹൗസിലെ കൗൺസിൽ. വില്യം മക്ഗെയ്ഡ്ലി ആണ് വൈറ്റ് ഹൗസ് കൗൺസിൽ. ഒരുപാട് കേസുകൾ, വഴക്കുകൾ, നിയമപ്രശ്നങ്ങൾ. അപ്പോൾ വിഖ്യാതനായ ഒരു അഡ്വക്കേറ്റ്, ഒരു നിയമ പണ്ഡിതൻ, അദ്ദേഹത്തെയാണ് വൈറ്റ് ഹൗസിൻ്റെ കൗൺസിലായി നിയമിച്ചിരിക്കുന്നത്.
ഇനിയുള്ളത് ഡിഫൻസ് സെക്രട്ടറിയാണ്, പ്രതിരോധ സെക്രട്ടറി. അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ സൈന്യമുള്ള രാജ്യമാണ്. അതിശക്തമായ സൈനിക സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കാൻ വിധിക്കപ്പെടുന്ന ട്രംപിൻ്റെ ഡിഫൻസ് സെക്രട്ടറിയാണ് പീറ്റർ ഹെഗ്സെത്ത്. പീറ്റർ ഹെഗ്സെത്ത് വിഖ്യാതനായ ആളാണ്. അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഒക്കെയുള്ള അമേരിക്കൻ ഓപ്പറേഷൻസ്, ഈ ഓപ്പറേഷൻസിൻ്റെ എല്ലാം ചുമതലയുണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ സമയത്തൊരു വാർ വെറ്ററൻ കൂടിയാണ്. പിന്നീട് അദ്ദേഹം ഫോക്സ് ന്യൂസിലെത്തി ട്രംപിന് വലിയ തോതിലുള്ള സഹായമാണ് ആ വാർത്താ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം ചെയ്തു കൊടുത്തത്. അങ്ങനെ അദ്ദേഹത്തോടുള്ള നന്ദി സൂചകമായി കൂടിയാകാം അദ്ദേഹത്തെ ഒരു സ്പോയിൽ സിസ്റ്റത്തിൻ്റെ രൂപത്തിൽ, സ്പോയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലയൺ മേക്സ് ദ കിൽ, ഒരു വനത്തിൻ്റെ നിയമമാണ്. വനത്തിൽ സിംഹം കൊല നടത്തും, അല്ലെങ്കിൽ മാനിനെ കൊല്ലും. പക്ഷേ ആ മാനിൻ്റെ അല്ലെങ്കിൽ കാട്ടുപോത്തിൻ്റെ മാംസം മുഴുവൻ സിംഹം ഒറ്റയ്ക്ക് ഭക്ഷിക്കില്ല. ആ സിംഹത്തിൻ്റെ സിംഹഭാഗം, ലയൺ ഷെയർ മാത്രം എടുക്കുകയും ബാക്കിയുള്ള ഭാഗം ഹയനകൾക്കും കുറുനരികൾക്കും മറ്റ് ജീവികൾക്കും എല്ലാമായി വീതിച്ചു കൊടുക്കുന്നത് പോലെയാണ് പ്രസിഡന്റ് ജയിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിൻ്റെ പ്രൊറോഗറ്റീവാണ് നിയമനങ്ങൾ നടത്തുക എന്നത്. അങ്ങനെ സെനറ്റർമാരോട് ആലോചിച്ച് നടത്തുന്ന നിയമനങ്ങളാണ്. അങ്ങനെയുള്ള നിയമനങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിയമനങ്ങൾ നടത്തിയതിൽ പ്രധാനപ്പെട്ട തസ്തികയായ ഡിഫൻസ് സെക്രട്ടറിയുടെ തസ്തികയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പീറ്റർ ഹെഗ്സെത്ത്. ബോർഡർ സാർ എന്നൊരു തസ്തികയുണ്ട്. അതൊരു തസ്തികയല്ല, അതൊരു വിളിപ്പേരാണ്. ട്രംപിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം വെളിയിൽ നിന്നും നുഴഞ്ഞു കയറി എത്തുന്ന അനഭിമതരായ ആളുകളെ അതിർത്തി കടത്തും. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ അതിർത്തിയാണ് മെക്സിക്കോ ബോർഡർ. അപ്പോൾ ഈ മെക്സിക്കോ ബോർഡർ കടന്നാണ് ഹിസ്പാനിക്കുകളായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനത, മെക്സിക്കോയിൽ നിന്നും വരുന്ന ഹിസ്പാനിക്കുകൾ, അവർ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന മിശ്രവംശജരായ ആളുകളൊക്കെയാണ്. ചിലർ സ്പാനിയാർഡ്സ് തന്നെയാണ്, അല്ലെങ്കിൽ മിശ്രവംശജരായ ആളുകളാണ്. അവർ അമേരിക്കയിൽ വലിയ തോതിൽ കൊല, പിടിച്ചുപറി, മോഷണം എല്ലാം നടത്തി അമേരിക്കയുടെ ഡെമോഗ്രാഫിക് ബാലൻസിനെയും ശാന്തതയും ക്രമസമാധാന നിലയും തകർക്കുന്നു എന്ന ഒരു ആക്ഷേപം ട്രംപിനുണ്ട്. ആ ആക്ഷേപത്തിന് പരിഹാരമാണ് അമേരിക്കയിലേക്ക് കടന്നു വരുന്ന അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തും. അങ്ങനെ വേണമെങ്കിൽ വലിയ തോതിലാണ് കുടിയേറ്റം നടന്നത്. കമലാ ഹാരിസിൻ്റെ വൈസ് പ്രസിഡൻഷിപ്പിൻ്റെ കാലത്ത് ബൈഡൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 93 ലക്ഷത്തോളം പേര് കടന്നു വന്നു എന്നാണ് ട്രംപിൻ്റെ കണക്ക്. അത് കുതിപ്പെരുപ്പിച്ച കണക്കായിരിക്കാം. പക്ഷേ ഈ ആളുകളിൽ നല്ലൊരു പങ്കിനെയും തിരിച്ച് നാട് കടത്തണമെങ്കിൽ ഒരു ചക്രവർത്തി തന്നെ ആവശ്യമുണ്ട്. ബോർഡർ അതിർത്തി ഭരിക്കുന്ന ചക്രവർത്തി, ബോർഡർ സാർ എന്ന രൂപത്തിൽ ട്രംപിൻ്റെ മനസ്സിലിരിക്കുന്ന പേരാണ് ടോം ഹോമാൻ. അപ്പം അദ്ദേഹം ഡിപ്പോർട്ടേഷൻ്റെ ചുമതലയുള്ള ആളായിരിക്കും. അതായത് അതിർത്തി കടത്തി ആളുകളെ തിരിച്ച് പ്രഭവ സ്ഥാനത്തേക്ക് തന്നെ വിടാനുള്ള ഒരു ചുമതലക്കാരൻ. അത് വളരെ തന്ത്രപ്രധാനമായ ഒരു തസ്തികയാണ്. മറ്റ് തസ്തികകളും കൂടെ നോക്കാം. യുണൈറ്റഡ് നേഷൻസിലെ അമേരിക്കയുടെ അംബാസിഡർ, UN അംബാസിഡർ, അമേരിക്കൻ അംബാസിഡർ ടു യുണൈറ്റഡ് നേഷൻസ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ കാലിക പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ നാളുകളിൽ ആരാവും അമേരിക്കയുടെ സ്വരം ഐക്യരാഷ്ട്ര സഭയിൽ പ്രതിനിധീകരിക്കുക? അത് വളരെ വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാകുന്നു എലിസി സ്റ്റെഫ്നിക്. അപ്പം ഇവരെയാണ് എലിസി ആയിരിക്കണം അമേരിക്കയുടെ സ്വരം കേൾക്കാനായി UN അംബാസിഡറായി ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് അമേരിക്ക വിടുന്നത്. മറ്റൊരു ദിവസവും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ടീമിൻ്റെ ഒരു രത്ന ചുരുക്കത്തിലേക്ക് കടക്കാം. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഇന്ത്യയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയും അദ്ദേഹം നയതന്ത്രജ്ഞൻ കൂടിയാണ്, മുൻ നയതന്ത്രജ്ഞൻ കൂടിയാണ്. അതോടൊപ്പം അവരുടെ പിന്നിലെ എക്സിക്യൂട്ടിംഗ് പവറാണല്ലോ അജിത് ഡോവൽ, ദീർഘകാലമായി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. അജിത് ഡോവൽ ഇന്ത്യയിലാണെങ്കിൽ അമേരിക്കയിൽ ആ സ്ഥാനത്തേക്ക് വരുന്ന വിഖ്യാതമായ പേരാണ് മൈക്ക് വാൾട്സ് ആയിരിക്കണം അടുത്ത ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. കാരണം അമേരിക്കയ്ക്ക് ഒരുപാട് സുരക്ഷാ ഭീഷണി ആഭ്യന്തരമായും വൈദേശികമായുമുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ സൈനിക വിന്യാസത്തെ, സുരക്ഷാ സംവിധാനത്തിൻ്റെ വിന്യാസത്തെ എല്ലാം നിയന്ത്രിക്കാനും അമേരിക്കയ്ക്കെതിരെ വരുന്ന സുരക്ഷാ ഭീഷണികളെക്കുറിച്ച് പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യാനുമുള്ള ക്യാബിനറ്റിലെ തന്ത്രപ്രധാനമായ സ്ഥാനമായിരിക്കണം അദ്ദേഹത്തിനുള്ളത്. ഇനിയുമുണ്ട് പല ആളുകളും. ഇവരെല്ലാം തന്നെ 1200 പല അപ്പോയിൻമെൻറ്റുകളാണ്, ചെറുതും വലുതുമായി. ഇതൊക്കെ നടത്തുന്നതിൽ ഇത് പ്രധാനപ്പെട്ടത് ക്യാബിനറ്റ് അംഗങ്ങളാണ്, അല്ലെങ്കിൽ സെക്രട്ടറിമാരാണ്. സെക്രട്ടറിമാരുടെ പ്രധാനപ്പെട്ട തസ്തികകൾ മാത്രമാണ് നമ്മൾ എണ്ണി പറഞ്ഞത്. പക്ഷേ ഒരു കടമ്പ കൂടി കിടക്കേണ്ടതുണ്ട്, സെനറ്റോറിയൽ കർട്ടസി. ഈ നിയമനങ്ങളെല്ലാം പ്രസിഡന്റിന് നടത്താം.
പക്ഷേ ഈ നിയമനങ്ങൾ സാധുവാകണമെങ്കിൽ ദേ ആർ സബ്ജക്റ്റഡ് ടു സ്ക്രൂട്ടിനി ബൈ ദ സെനറ്റ്. അപ്പോൾ സെനറ്റിൻ്റെ റാറ്റിഫിക്കേഷൻ ആവശ്യമായി വരും. പക്ഷേ ട്രംപിന് പേടിക്കാനില്ല. 100 അംഗ സെനറ്റിൽ 53 പേര് റിപ്പബ്ലിക്കന്മാരാണ്. അതുകൊണ്ട് റിപ്പബ്ലിക്കൻ ആധിപത്യമുള്ള സെനറ്റിൽ സെനറ്റർമാരുമായി ഒരു വ്യക്തിബന്ധം കൂടി കാത്തു സൂക്ഷിക്കാൻ ട്രംപിന് കഴിഞ്ഞാൽ തീർച്ചയായും പുഷ്പം പോലെ സെനറ്റർമാർ ഈ പേരുകളെല്ലാം അംഗീകരിക്കും. അവരെല്ലാമായിരിക്കും അടുത്ത 4 വർഷത്തേക്ക് ട്രംപിനോടൊപ്പം അമേരിക്കയുടെ ഭാഗധേയം നിർണ്ണയിക്കുക.